പോവുകയാണ്. ഷിരൂരിൽ അർജുന്റെ ഇതെന്ന് കരുതുന്ന ലോറി, അർജുൻ സഞ്ചരിച്ചെന്ന് കരുതുന്ന ലോറി കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. എന്താണെങ്കിലും ഉയരം ഭാരമുള്ള ഒരു വസ്തു ആ മണ്ണിനടിയിലുണ്ട് എന്ന് CP3 ഉണ്ട് എന്നുള്ള വിവരമുണ്ടായിരുന്നു. അത് അർജുന്റെ ലോറിയാണ് എന്നുള്ള സംശയം നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ ലോറിയുടെ ക്യാബിനാണ് എന്ന് വ്യക്തമാക്കുന്നു. പക്ഷേ അത് ഷിരൂരിൽ അർജുന്റെ ലോറിയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഷിരൂരിൽ ഏറെ നാളായുള്ള കാത്തിരിപ്പാണ്. അർജുന്റെ ലോറി കണ്ടെത്താനുള്ള ശ്രമം പൂർണ്ണമായും ചളുങ്ങിയ നിലയിലുള്ള ഒരു വാഹനത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് വ്യക്തമാണ്. ടയറുണ്ട്, ഒപ്പം തന്നെ ക്യാബിന്റെ ഭാഗമായി തന്നെ കണക്കാക്കുന്നു. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ വാഹനത്തിന്റെ ഭാഗങ്ങൾ ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. അത് അർജുൻ സഞ്ചരിച്ച, അർജുൻ ഉണ്ടായിരുന്ന ലോറിയാണോ എന്നുള്ളതാണ് ഇനി വ്യക്തത വരേണ്ടത്. ഷിരൂരിൽ ആ ഗംഗാവലി പുഴയിൽ നിന്ന് മറ്റൊരു വാഹനത്തിന്റെ ഭാഗം കൂടി, ഒരു ടാങ്കറും മറ്റൊന്ന് അർജുന്റെ ലോറിയും ആണ് അകപ്പെട്ടത് എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അത് അർജുന്റെ ലോറി തന്നെയാകാനുള്ള സാധ്യതയാണ് കണക്കാക്കേണ്ടത്. അർജുന്റെ ലോറിയാണ് എന്നുള്ള പ്രതീക്ഷ പുലർത്തുകയാണ് ഏവരും. എന്താണെങ്കിലും ഷിരൂരിൽ നിന്നുള്ള നിർണായക ദൃശ്യങ്ങളാണ്. ഒരു അവസാന ഘട്ടത്തിലേക്ക് ആ തെരച്ചിലെത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. എത്ര നാളുകളായുള്ള കാത്തിരിപ്പാണ്. 71 ദിവസത്തിലേക്ക് എത്തി ഷിരൂരിൽ അർജുനായുള്ള കാത്തിരിപ്പ്. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന്. ബൈജു, നമുക്ക് ലോറിയുടെ കമ്പാർട്ട്മെന്റ് കാണാം. അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയാണോ? തീർച്ചയായും അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതിൽ സ്ഥിരീകരണം, ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന നിർണായക വാർത്ത. ഏതായാലും നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ അത് അർജുന്റെ ലോറി എന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും വരേണ്ടതുകൊണ്ട് എന്തായാലും വെള്ള ഭാരത് ബെൻസ്, ആ ഭാരത് ബെൻസ് ആണ് ഇത്തരത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ. കഴിഞ്ഞ കുറെ നാളുകളായി കാത്തിരുന്ന, 2 മാസത്തിലധികമായി കാത്തിരുന്ന ആ ദൗത്യം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. മനാഫ് അവരെല്ലാം ഇതിനുൾപ്പെടെയുള്ളവരുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു കാത്തിരിപ്പ്. അത് ഒടുവിൽ അർജുന്റെ ലോറി, ആ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴാണ് ലോറി കണ്ടെത്തുന്നത് ആ മുഹൂർത്തം. എന്തായാലും വലിയ പ്രതീക്ഷ. ഈ ലോറി ഉടമയോ അല്ലെങ്കിൽ ആരെങ്കിലും അത് സ്ഥിരീകരിക്കുന്നുണ്ടോ അത് നമ്മുടെ ലോറി തന്നെയാണോ എന്ന്? തീർച്ചയായും ആ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ ലോറി തന്നെയാണത്. ഔദ്യോഗികമായി സതീഷ് സൈനോപ്പിള്ള എന്തായാലും നമ്മുടെ ലോറിയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അർജുന്റെ ലോറിയാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും ആ കാത്തിരിപ്പ്, മാസങ്ങളായുള്ള കാത്തിരിപ്പ്, അതിന് ഒരു അവസാനമായിരിക്കുന്നു. ഇനി ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് കാണേണ്ടത്. എന്തായാലും നമ്മുടെ ലോറിയാണെന്നത് മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അർജുന്റെ ലോറി എന്ന്, അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, നേരത്തെ വലിയ ലോഹഭാഗം കണ്ടെത്തിയ അതേ പോയിന്റ്, CP2 എന്ന് പറയുന്ന അതേ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. മനാഫ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും കൂടി ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും മനാഫ് ലോറി ഉടമ നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. മനാഫ്, അത് നമ്മുടെ ലോറി തന്നെയാണോ? അതെ അതെ, മനാഫിന്റെ ബ്രദറാണ്, അൽഫാണ്. നമ്മളെ വണ്ടി തന്നെയാണ്, നമ്മുടെ വണ്ടി. അത് സ്ഥിരീകരിക്കാം. അതെ, അതിൽ അർജുൻ ഉണ്ടെന്നാണ് ഇപ്പൊ അവിടുന്ന് അവർ കാണിച്ച് പറഞ്ഞത്. ആണോ? അതെ. അവിടെ ആരാ അടുത്തുള്ളത്? മനാഫാണോ ഉള്ളത്? അതെ അതെ. ഈ ലോറി സ്ഥിരീകരിക്കാൻ എന്താണ് അത് കണ്ടപ്പോൾ വ്യക്തമായത്? സ്റ്റിക്കറും നിറവുമാണോ? അതെ അതെ, നമ്മളെ വണ്ടി തന്നെയാണ്. ഉറപ്പാണ് നമ്മുടെ ലോറിയാണെന്നതിൽ തർക്കമില്ല. അതെ അതെ, നമ്മുടെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി തന്നെയാണ്. അത് എന്താണ് ആ ക്യാബിന്റെ ഭാഗം മാത്രമാണോ കിട്ടിയിരിക്കുന്നത്? ആ ക്യാബിൻ ഫുൾ ഓടിയിട്ടെന്നാ തോന്നുന്നത്. കാരണം അതിൽ ഫുള്ളായിട്ട് അവർ പൊന്തിച്ചിട്ടില്ല. ഓക്കെ, ഫുൾ ലോറിയുടെ ഏത് ഭാഗമാണ് പറയാം? റൈറ്റ്, അൽഫാദാണ് മനാഫ്, ലോറി ഉടമയുടെ സഹോദരനാണ്. ആ ലോറി അർജുൻ ഉണ്ടായിരുന്ന ലോറി തന്നെയാണ് സ്ഥിരീകരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും അർജുനായുള്ള നാളുകൾ നീണ്ട തിരച്ചിലും കാത്തിരിപ്പും ഒക്കെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ലോറിയുടെ ക്യാബിനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞു. ഗോവയിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ വഴിയുള്ള തെരച്ചിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലോറി അത് കണ്ടെത്തിയത്. മനാഫ്, ലോറി ഉടമയുടെ സഹോദരൻ ആണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ലോറി അത് തങ്ങളുടെ തന്നെയാണ് എന്ന്, അർജുനുള്ള ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത്. ക്യാബിനുള്ളിൽ അർജുനുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. സ്ഥിരീകരിച്ചിട്ടിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരട്ടെ, എന്നിട്ട് മാത്രം നമുക്കതിൽ ഒരു സ്ഥിരീകരണം നൽകാം.
കെ വി ബൈജു തുടരുന്നു. ബൈജു, ഇപ്പോൾ മനാഫിന്റെ സഹോദരൻ പറയുന്നു അതിനുള്ളിൽ ഒരു മൃതദേഹമുണ്ട് എന്ന്, സൂചനയുണ്ട് എന്ന്. അങ്ങനെയുണ്ടോ? എന്തോ സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അർജുന്റെ മൃതദേഹം ആ ക്യാബിനകത്ത് ഉണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ നമുക്കിപ്പോൾ പറയാം, ആ മൃതദേഹം അർജുന്റെ ഇത്രയും ദിവസമായി നമ്മൾ കാത്തിരുന്ന ലോറിയും കണ്ടെത്തിയിരിക്കുന്നു, ആ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു എന്ന ആ വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ വെക്കാനുള്ളത്. മൃതദേഹം കണ്ടെത്തിയെന്നതിന് ഔദ്യോഗിക സ്ഥിരീകരണം വരണം. പക്ഷേ ആ രീതിയിലേക്കാണ് കാര്യങ്ങളുള്ളത്. പ്രാഥമികമായി അത് ആ ലോറിയുടെ അകത്ത് ഇത്തരത്തിൽ മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ നമ്മുടെ ദൃശ്യം എടുക്കുന്ന ക്യാമറയും തമ്മിൽ ദൂരമുണ്ട്. നല്ല CP2-ലാണ് ഇത് കണ്ടെത്തിയത്. അതിനകത്ത് മൃതദേഹം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഔദ്യോഗികമായി ആ വിവരത്തിന് നമ്മൾ എന്തായാലും കാത്തിരിക്കേണ്ടി വരും. പക്ഷേ വളരെ സന്തോഷകരമായ വാർത്ത, ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം ആ കാത്തിരിപ്പ്, അത് ഈ ദൗത്യം അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ ദൗത്യം നിർത്തിവെക്കുന്നു എന്ന് പറയുന്ന ഇടത്തേക്ക് പോലെ കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഏതായാലും ലോറി അർജുന്റേതാണെന്ന ആ സ്ഥിരീകരണം മനാഫ് നൽകിയിരിക്കുന്നു. മൃതദേഹം ഈ ക്യാബിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ആ ലോറിക്കകത്ത് വിശ്രമിക്കുന്ന സമയത്താണ് ആ അപകടം ഉണ്ടായതും ആ സമയത്താണ് വലിയ തോതിൽ, എന്തായാലും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാബിൻ വലിയ തോതിൽ അപകടം സംഭവിച്ചിട്ടില്ല, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ആ ടാങ്കർ ലോറി നമ്മൾ കണ്ടതാണ്, അത് വലിയ തോതിൽ അത്തരത്തിൽ കേടുപാട് സംഭവിച്ചു. പക്ഷേ ഈ ക്യാബിൻ കൃത്യമായി വലിയ തകരാത്ത രീതിയിൽ തന്നെ ക്യാബിനുണ്ട്. ആ ക്യാബിനകത്ത് മൃതദേഹമുണ്ട് എന്ന വലിയ ആ ഒരു വിവരം ഏതായാലും ഈ ക്യാബിനും ഇത് ഔദ്യോഗികമായി ഈ സതീഷ് ജെയിൻ MLA ആ ഡ്രഡ്ജറിൽ നിന്ന് പുറത്തു വരണം. പുറത്തു വന്നാൽ അദ്ദേഹം അത് വ്യക്തമാക്കും. പക്ഷേ നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ മൃതദേഹം ക്യാബിനുള്ളിലുണ്ട് എന്ന് തന്നെയാണ്. എൽദോ, ಈ ಕಂಬದ ಮಧ್ಯದಲ್ಲಿ ಈ ಬಾಡಿ ಇದೆ, ಗಾಡಿ ಇದೆ ಅಂತ ಹೇಳಿದೆ. ಆದರೆ ಏನಾಯ್ತು, ಕೇಳೋದೊಬ್ಬ ವ್ಯಕ್ತಿ ಬಂದು ಹೇಳಿದ ಇಲ್ಲ ಗುಡ್ಡದ ಕೆಳಗೆ ಇದೆ. ನಮ್ದು 3-4 ದಿವಸ ವೇಸ್ಟ್ ಮಾಡಿದ್ರು. ಆಮೇಲೆ ನಾವು ಎಲ್ಲ ಥರದ ಪ್ರಯತ್ನವನ್ನು ಮಾಡಿ ಲಾಸ್ಟ್ ಗೋವಾದಿಂದ ನಮ್ಮ ಕ್ಯಾಪ್ಟನ್ ಮತ್ತು ಗೋವಾ ಮಿನಿಸ್ಟರ್ ವಾಟರ್ವೇಸ್ ಮತ್ತು ನಮ್ಮ ಪೋರ್ಟ್ ಮಿನಿಸ್ಟ್ರಿಗೆ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿ ಅವರು ಸ್ಪೆಷಲ್ ಪರ್ಮಿಷನ್ ಕೊಡ್ತೇನೆ, ನೋ ಪ್ರಾಬ್ಲಮ್ ಅಂತ ಹೇಳಿದರು. ಆಮೇಲೆ ಈ ಒಂದು ಮಷೀನನ್ನು ತಂದಾಗ ನಾವು ಈ 6ನೇ ದಿವಸ ಯಶಸ್ಸನ್ನು ಕಂಡ್ವಿ. ಆದರೂ ನನಗೆ ದುಃಖ ಇದೆ, ನಮ್ದು ಮತ್ತೆ 2 ಜನ ಸಿಗ್ಲಿಕ್ಕಿದೆ. ಅದ್ರ ಬಗ್ಗೆನೂ ನಾವು ಪ್ರಯತ್ನವನ್ನು ಖಂಡಿತ ಮಾಡ್ತೇವೆ. ಮತ್ತೆ ಇವತ್ತು ನಮ್ಮ ಪ್ರಯತ್ನ, ಸತತವಾದ ಪ್ರಯತ್ನ, ಮತ್ತು ಮಾನ್ಯ ಸಿದ್ದರಾಮಯ್ಯನವರ ನನಗೆ ಒಂದು ಪರ್ಮಿಷನ್, ಮಾನ್ಯ ಸಭಾಧ್ಯಕ್ಷರ ಪರ್ಮಿಷನು, ಮಾನ್ಯ DK ಶಿವಕುಮಾರ್ ಅವರು, ಕೃಷ್ಣ ಬೈರೇಗೌಡಜಿಯವರು, ನಮ್ಮಲ್ಲಿ ಇಲ್ಲಿ ವಿಶೇಷವಾಗಿ ಮುತುವರ್ಜಿ ತಗೊಂಡಂತ ನಮ್ಮ ಹೊಸ CS ചീഫ് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിലിന്റെ പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ ദൗത്യത്തിനൊടുവിൽ ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിച്ചതിന്റെ പിന്നാലെ ആ ട്രക്കിലേക്ക് എത്താൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസം പ്രകടിപ്പിക്കുകയാണ് അവിടെ കാർവാർ MLA. TG സജിത്ത് കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ജൂലൈ 16 കാണാതായതാണ് അർജുനെ. ഇന്നോളം ഏതാണ്ട് 71 ദിവസം പിന്നിടുന്നു. ഏറ്റവും ഒടുവിൽ ആ ട്രക്ക് കണ്ടെത്തി എന്നുള്ള ആശ്വാസം അർജുനില്ല. അർജുനെ നമുക്ക് ജീവനോടെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഒരുപാട് സംശയങ്ങൾ, അതിൽ വ്യക്തത വരേണ്ടതുണ്ട്, സ്ഥിരീകരണം വരേണ്ടതുണ്ടെങ്കിൽ പോലും ലഭ്യമാകുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അർജുന്റെ ട്രക്ക് കണ്ടെത്തി, അർജുന്റെ ട്രക്ക് ഉയർത്തി. അർജുന്റെ ട്രക്ക് ഇപ്പോൾ പുഴയ്ക്ക് മുകളിൽ, ഗംഗാവലി പുഴയ്ക്ക് മുകളിലേക്ക്, പ്രതലത്തിലേക്ക് ഉയർന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ വഴി സാധ്യമാക്കി. CP2-വിൽ നിന്നാണ് ആ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നാണ് ആ ട്രക്ക് ഉയർത്തിയത്. സജിത്ത്, നമുക്ക് അർജുനെ വീണ്ടെടുക്കുക പ്രയാസകരമാണ് എന്നുള്ളത് അറിയാമായിരുന്നു. എങ്കിൽ പോലും അർജുൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പായിരുന്നു നമുക്ക് വേണ്ടത്.